ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മാജിക് മസാലയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നർ ആയിട്ടും അതുപോലെ തന്നെ ഈവനിങ് സ്നാക്ക് ആയിട്ടും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഹെൽത്തിയും അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളതുമായ ഒരു റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇതൊരു സ്പെഷ്യൽ ഐറ്റം ആണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാനായിട്ട് മറക്കരുത്. വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം. ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റം വെച്ചിട്ടാണ് നമ്മൾ ഈ പത്തിരി ഉണ്ടാക്കിയെടുക്കുന്നത്. ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള പത്തിരിയാണ്. അപ്പൊ നമ്മളെ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. മധുരക്കിഴങ്ങ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഗോതമ്പ് പത്തിരി ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ മധുരക്കിഴങ്ങ് നന്നായിട്ട് കഴുകിയെടുക്കുക. അതിനുശേഷം ഒരു കുക്കറിലേക്ക് കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കാം. മീഡിയം സൈസിലുള്ള മധുരക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. കഷ്ണങ്ങളാക്കി കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ഗ്ലാസ്സിൽ ഒരു 1/4 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അധികം വെള്ളത്തിന്റെ ആവശ്യമില്ല. ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. ഒരു വിസിൽ വന്നാൽ ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് ഒരു 7 മിനിറ്റ് കുക്ക് ചെയ്യാം. നമ്മുടെ മധുരക്കിഴങ്ങ് നന്നായിട്ട് കുക്കായി കിട്ടും. ഇനി ഒരു സോസ് പാനിലേക്ക് ശർക്കര ഇട്ട് കൊടുക്കാം. 2 അച്ച് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം വലുപ്പത്തിലുള്ള നല്ല ഡാർക്ക് കളറിലുള്ള ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഒരു 1/4 ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി മെൽറ്റ് ചെയ്യാനായിട്ട് വെച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മെൽറ്റ് ആയി കിട്ടിയാൽ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. 250 ml കപ്പിൽ 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ കുക്കറിന്റെ സ്റ്റീം പോയിട്ടുണ്ട്. നമുക്ക് തുറന്നു നോക്കാം. ഒരു 7 മിനിറ്റ് ആയപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്റ്റീം എല്ലാം പോയിട്ടുണ്ട്. കണ്ടില്ലേ, മധുരക്കിഴങ്ങ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിൽ കുറച്ച് വെള്ളമുണ്ട്, അതൊന്ന് കളഞ്ഞെടുക്കാം. അപ്പൊ ഇതിലെ വെള്ളമൊക്കെ കളഞ്ഞ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ തൊലിയൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. നല്ല ചൂടായിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ സ്പൂൺ വെച്ചിട്ടാണ് ഇതിന്റെ തൊലിയൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുന്നത്. മധുരക്കിഴങ്ങിന്റെ ആരോഗ്യ ഗുണങ്ങൾ എല്ലാവർക്കും അറിയായിരിക്കും. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റം ആണ്. അപ്പം എല്ലാവരും ഇത് വെച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ഇത് വെറുതെ പുഴുങ്ങി കൊടുത്താൽ കുട്ടികളൊക്കെ കഴിക്കാനായിട്ട് മടി കാണിക്കും. അപ്പോൾ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പത്തിരിയാണ്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. പിന്നെ തൊലിയൊക്കെ മാറ്റിയതിന് ശേഷം സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. അധികം അങ്ങനെ പേസ്റ്റ് പരുവത്തിലൊന്നും ഉടച്ചെടുക്കേണ്ട ആവശ്യമില്ല. ചെറിയൊരു പീസസ് ഒക്കെ ഉണ്ടായിരുന്നാലും കുഴപ്പമില്ല. നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും വെള്ളമില്ലാതെ വേണം നമ്മളിത് ഉടച്ചെടുക്കാനായിട്ട്. ഈ ഒരു പാൻ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ശർക്കര പാനി അരിച്ചു ഒഴിച്ചു കൊടുക്കാം. ഫ്ലെയിം ഓൺ ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത്. ഇപ്പൊ ശർക്കര പാനി നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോ 1.5 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. മിക്സിയുടെ ജാറിൽ തേങ്ങാക്കൊത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഈ ശർക്കരയും തേങ്ങയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന മധുരക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. ഇതെല്ലാതും കൂടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഈ മധുരക്കിഴങ്ങില് ഈ മധുരവും അതുപോലെ തന്നെ തേങ്ങയൊക്കെ നന്നായിട്ടൊന്ന് മിക്സായി കിട്ടണം. നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ മത്തങ്ങ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഹെൽത്തി ആയിട്ടുള്ള ഒരു പൊറോട്ടയുടെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ സാധാരണ പൊറോട്ടയൊക്കെ വാങ്ങി കഴിക്കില്ലേ, മൈദയും ഓയിലൊക്കെ ചേർത്തിട്ടുള്ള അതിന്റെ അതേ ടേസ്റ്റ് വരുന്നതാണ്. പക്ഷെ നമ്മൾ ഓയിൽ ചേർക്കാതെ ഉണ്ടാക്കിയെടുക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള മത്തങ്ങ കൊണ്ടുള്ള പൊറോട്ടയാണ്. അതായത് ഇതിലേക്ക് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഈ മധുരക്കിഴങ്ങിൽ പിടിക്കാൻ പാകത്തിന് ഒരു 1/4 ടീസ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിലെ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് വറ്റി വരുന്നവരെ ഒരു 3-4 മിനിറ്റ് ഇളക്കി കൊടുക്കാം. ഇതിൽ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. വരട്ടിയെടുത്ത പരുവത്തിലായിട്ടുണ്ട്. ഇനി നമ്മൾ ഗോതമ്പ് പൊടി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ മധുരക്കിഴങ്ങിന്റെ മിക്സ് ഇട്ട് കൊടുക്കാം.
നല്ല ചൂടോട് കൂടിയിട്ട് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നല്ല ജീരകമാണ് ഇട്ട് കൊടുക്കേണ്ടത്. ക്യുമിൻ സീഡ്സ് ഒരു 1/4 ടീസ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല ജീരകം ചേർത്ത് കൊടുത്താൽ നല്ല ഫ്ലേവർ ആണ് നമ്മുടെ പത്തിരി ഉണ്ടാക്കിയെടുക്കുമ്പോൾ. ഇനി തവി വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നല്ല ചൂടായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കൈ വെച്ച് കുഴച്ചെടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് കഴിക്കാത്തവരാണെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാം. പക്ഷെ ഇത് കൂടി ചേർത്ത് കൊടുത്താൽ കുറച്ചുകൂടി ടേസ്റ്റ് ആണ്. 1/2 ടേബിൾ സ്പൂൺ ആണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം. കയ്യിൽ കുറച്ച് നെയ്യൊന്ന് ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ പൊടി കയ്യിലൊട്ടി പിടിക്കാതെ ഇരിക്കും. ഇനി നന്നായിട്ട് കുഴച്ചെടുക്കാം. ആവശ്യമുണ്ടെങ്കിൽ മാത്രം വെള്ളം ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ലതുപോലെ കുഴച്ചെടുക്കാം. ഇത് കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. ഇനി കുറേശ്ശെയായിട്ട് ചെറിയ ഉരുളകളായിട്ട് എടുത്ത് നമുക്ക് എത്ര വലുപ്പത്തിലുള്ള പത്തിരിയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് എടുക്കാം. ഞാൻ കുഞ്ഞു പത്തിരികളായിട്ടാണ് പരത്തിയെടുക്കുന്നത്. അപ്പം ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടിയെടുത്ത് കയ്യിൽ വെച്ച് തന്നെ ഷേപ്പാക്കി കൊടുക്കുക. അധികം കട്ടിയിൽ പരത്തിയെടുക്കണ്ട, ഒരു മീഡിയം തിക്നെസ്സിൽ പരത്തി കൊടുക്കുക. ഇനി നമുക്ക് നന്നായിട്ട് ചൂടായി കിടക്കുന്ന തവയിലേക്ക് ഇട്ട് കൊടുക്കാം. തവ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഈ പത്തിരികൾ ഇട്ട് കൊടുക്കാനായിട്ട്. ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ ഇത് പെട്ടെന്ന് കരിയും, ഉള്ളിൽ കുക്കായി കിട്ടുകയില്ല. അപ്പോൾ അതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ഇട്ട് കൊടുക്കും. തവയിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഷേപ്പാക്കി കൊടുക്കുന്നുണ്ട്. കൈ പൊള്ളാതെ ശ്രദ്ധിക്കുക. എല്ലാതും നമുക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഒരു 4-5 എണ്ണമൊക്കെ നമുക്ക് ഈ തവയിൽ ഇതുപോലെ ഇട്ട് കൊടുക്കാം കേട്ടോ. കുഞ്ഞു കുഞ്ഞു പത്തിരികളായതുകൊണ്ട് അത്രയും ഇട്ട് കൊടുത്തിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം. ഞാനിപ്പോൾ 4 എണ്ണമാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് സമയം കഴിയുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഒരു സൈഡ് ചെറിയൊരു ബ്രൗൺ കളർ വന്നിട്ടുണ്ട്. ഇതുപോലെ ഒരു 2 പ്രാവശ്യം കൂടി നമ്മൾ തിരിച്ചു മറിച്ചിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. കുറച്ച് സമയം കഴിയുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ ഒരു 2-3 പ്രാവശ്യം കൂടി 2 സൈഡും തിരിച്ചു മറിച്ചിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ആദ്യം ഇട്ട് കൊടുത്തത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് എടുത്ത് മാറ്റാം. കരിയാതെ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുകയും വേണം. അപ്പോൾ ഫ്ലെയിം കൂട്ടി വെക്കാതെ തിരിച്ചു മറിച്ചിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. ആദ്യത്തെ ബാച്ച് റെഡി ആയിട്ടുണ്ട്. ഇടില്ലേ, ഇനി അടുത്ത ബാച്ച് നമുക്ക് ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കാം. ഇപ്പം എല്ലാ പത്തിരിയും നമ്മൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. കണ്ടില്ലേ, അകമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. മധുരക്കിഴങ്ങ് വെച്ചിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഗോതമ്പ് പത്തിരിയാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.